നിങ്ങളിവിടെ ഈ വലതുവശത്ത് കാണുന്നത് സ്കൂളാണ് കേട്ടോ. ഈ ഏരിയയിലെ ഏറ്റവും വലിയ സ്കൂളാണിത്. പുതിയൊരു ദിവസം കൂടി തുടങ്ങുകയാണ്. ഇന്ന് ഞാൻ പോകുന്നത് ജോലി സ്ഥലത്തേക്കാണ്. കൂടെ ഞാൻ നിങ്ങളെയും കൊണ്ടുപോകാം. ഓരോ ദിവസവും ഓരോ പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. കഷ്ടിച്ചൊരു 4 കിലോമീറ്റർ മാത്രമുള്ളൊരു യാത്രയാണിത്. ഈ കോർണറിലായിട്ട് സംസാരിക്കാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുടെ മറ്റു സ്കൂളും കൂടെയുണ്ട്. ഇവിടുന്ന് ജോലി സ്ഥലത്തുന്നതിന് മുമ്പ് മൊത്തം 4 സിഗ്നലാണ് കടന്നു പോകാനുള്ളത്. അതിലെ ആദ്യത്തെ സിഗ്നലാണ് ഈ മുമ്പിൽ കാണുന്നത്. ഈ സിഗ്നലിന് എപ്പോഴും പെട്ടെന്ന് കയറിപ്പോകാൻ പറ്റാറുണ്ട്. കൂടുതൽ നേരം ഇവിടെ നിൽക്കാറില്ല. ഇപ്പോൾ നമ്മൾ എത്താൻ പോണത് 2ാമത്തെ സിഗ്നലിലോട്ടാണ്. ഇവിടെ എപ്പോഴും കുറച്ച് കൂടുതൽ നേരം എടുക്കാറുണ്ട്. തൊട്ട മുമ്പിൽ ഒരു ഹോട്ടൽ കാണുന്നുണ്ടോ, റാഡിസൺ ബ്ലൂ. ഇതിൻ്റെ മുമ്പുള്ള പേര് റമദ എന്നായിരുന്നു. 979 എലിസബത്ത് രാജ്ഞി ഖത്തറിൽ വന്ന നേരത്ത് ഉദ്ഘാടനം ചെയ്തൊരു ഹോട്ടലാണിത്. ഖത്തറിലൊരു പഴയകാല ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണിത്. ഇവിടെ എനിക്ക് പോകാനുള്ളത് ഫ്രീ റേറ്റ് എടുത്തിട്ടാണ്.
ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് 3ാമത്തെ സിഗ്നലിലോട്ടാണ്. ഇവിടുന്ന് ഞാൻ പോകുന്നത് ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയാണ്. ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ പോകാൻ പറ്റും സിഗ്നൽ ക്രോസ് ചെയ്തിട്ട്. തൊട്ട് മുമ്പിൽ റൈറ്റിൽ കാണുന്നത് ഒരു ഹോട്ടൽ ആൻഡ് അപ്പാർട്ട്മെൻ്റ് ആണ്. ഈ ബ്രിഡ്ജ് ഇറങ്ങി നേരെ മുമ്പിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് മുഷരീഫ് ഡൗൺ ടൗൺ ആണ്. എനിക്ക് ഇവിടുന്ന് ഫ്രീ റേറ്റ് എടുത്തിട്ടാണ് പോകാനുള്ളത്. ഈ കോർണറിൽ കാണുന്നത് ഖത്തറിലെ ഏറ്റവും വലിയ മെഴ്സിഡസ് ബെൻസിൻ്റെ കാർ ഷോറൂമാണ്. അതിനോട് ചുറ്റി ഫ്രീ റേറ്റിലാണ് ഞാൻ പോകുന്നത്. റൈറ്റിൽ കാണുന്ന ഈ ബിൽഡിംഗാണ് ബെൻസ് ഷോറൂം. തൊട്ട് മുമ്പിൽ കാണുന്നത് മെട്രോയുടെ ബസ്സാണ്. അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ, സന്തോഷമാകട്ടെ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഖത്തർ കാഴ്ചകളുമായി വിശേഷങ്ങളുമായി വീണ്ടും ഞാൻ വരാം. കൂടുതൽ ഖത്തർ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും ഞാൻ വരാം.